ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. യൂസ് ദിസ് to draw squares of area 7 square centimeters and 11 square centimeters. What are the lengths of the sides of these squares? എട്ടിൽ നമ്മൾ പഠിച്ചതാണ് ഒരു ഓഡ് നമ്പറിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. അതുപയോഗിച്ച് നമ്മളോട് 7 സ്ക്വയർ സെൻറ്റിമീറ്ററും 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ 7 സ്ക്വയർ സെൻറ്റിമീറ്ററും 11 സ്ക്വയർ സെൻറ്റിമീറ്ററുമാണ് ഏരിയ എങ്കിൽ അതിൻ്റെ സൈഡ്സ് √7 സെൻറ്റിമീറ്ററും √11 സെൻറ്റിമീറ്ററും ആയിരിക്കണം. ഈ √7ഉം √11ഉം ഓഡ് നമ്പേഴ്സ് ആണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ആ സൈഡിൽ ലെന്ത് അത് പൈതഗോറസ് തിയറം പോലെ നമുക്ക് ട്രയാങ്കിൾ പോലെ സൈഡിൽ വരച്ചിട്ട് അത് കറക്റ്റ് നമ്മൾ അളന്ന്, അതായത് 7ൻ്റെ റൂട്ട് നമ്മൾ നമ്പറായിട്ട് കണ്ടുപിടിക്കുമല്ല, അല്ലാതെ നമുക്ക് വരച്ചെടുക്കാം. ആ വരച്ചെടുത്തിട്ട് പിന്നെ ഒരു സൈഡ് കിട്ടിയാൽ √7ഉം അല്ലെങ്കിൽ ഇപ്പുറത്ത് √11ഉം ഓരോ സൈഡ് കിട്ടിയാൽ പിന്നെ അതിൻ്റെ ബാക്കി 3 സൈഡ് നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ നമുക്ക്, കാരണം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ സ്ക്വയർ ആകുമ്പോൾ, അങ്ങനെ നമുക്ക് സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം 8ൽ പഠിച്ച ഇക്വേഷൻ ഞാൻ എഴുതാം. ഒരു നമ്പർ എക്സ് ഈക്വൽ ടു x + 1/2 ഹോൾ സ്ക്വയർ മൈനസ് x - 1/2 ഹോൾ സ്ക്വയർ. 8 പഠിച്ച മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുക. a² - b² എന്ന് പറഞ്ഞ പോലെ x + 1/2 ഹോൾ സ്ക്വയർ മൈനസ് x - 1/2 ഹോൾ സ്ക്വയർ എന്ന് ചെയ്താൽ നമുക്ക് x ആയിരിക്കും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട നമ്പറിനെ നമുക്കിപ്പോൾ 7ഉം 11ഉം ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടാൻ 7 ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂട്ട് എടുത്തിട്ട് സൈഡ് കണ്ടുപിടിക്കാം. 7 എന്ന് കിട്ടിയാൽ 7 ഈക്വൽ ടു നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 7 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് 7 - 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7 + 1 8 ആണ്. 8/2 ഹോൾ സ്ക്വയർ മൈനസ് 7 - 1 6 ആണ്. 6/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8/2 നമുക്കറിയാം 4 ആണ്. 4 സ്ക്വയർ മൈനസ് 6/2 3 ആണ്. 3 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 7 ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് 4 സ്ക്വയർ, ഇതിനെ 16 - 9 എന്നെടുത്താൽ 7 കിട്ടും. അതല്ല നമുക്ക് ആവശ്യം. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പൈതഗോറസ് തിയറം പ്രകാരം, അതുപോലെ അത് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ഡേറ്റ അത് നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ട വിധം, പിന്നെ സൈഡിലൊരു റഫായിട്ടൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന് ഒരു ഹൈപ്പോട്ടനസ് ഉണ്ടാവും, ഒരു ബേസ് ഉണ്ടാവും, പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പൈതഗോറസ് തിയറത്തിൽ പറയുന്നത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ് എടുക്കുക. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ കുറച്ചാൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും. അതുപോലെ തന്നെ ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്നും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കുറച്ചാൽ ബേസ് സ്ക്വയർ കിട്ടും. ഞാൻ ഈ ഇക്വേഷനെ നമുക്കിവിടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ a² എടുക്കുകയാണെങ്കിൽ, അതായത് h² - b² ഈക്വൽ ടു ഇവിടെ a² ആയിരിക്കും. ആ ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, നമ്മളൊരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ 4² അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 4 ആണെന്ന് വിചാരിക്കുന്നു. ഇത് 4ഉം അതുപോലെ ഇതിൻ്റെ ബേസ് 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4² മൈനസ് 3² ഈക്വൽ ടു നമുക്ക് 7² കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് √7 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ √7ൻ്റെ സ്ക്വയർ
അത് 7 ആയിരിക്കും. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇവിടെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 7 ആണ്. ഈ 7 എന്ന് പറഞ്ഞാൽ റൂട്ട് 7ന്റെ സ്ക്വയർ ആണ്. അതായത് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 7ന്റെ സ്ക്വയർ. അതാണ് 7. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ ചിന്തിക്കുന്നത്. വരയ്ക്കാൻ ഇത്രയും വിഷമമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐഡിയ. ഇനി നമുക്ക് വരയ്ക്കേണ്ടത്, ഇവിടെ നമുക്ക് വരയ്ക്കേണ്ട ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവെടുത്ത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്ററും ഇവിടെ 4 സെൻറ്റിമീറ്ററുമാണ് നമ്മൾ എടുത്തതെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ഈ സൈഡ് റൂട്ട് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ സ്ക്വയറും ഈ റൂട്ട് 7ന്റെ സ്ക്വയർ 7 അത് കൂട്ടുമ്പോൾ നമുക്ക് ഈ 4ന്റെ സ്ക്വയർ കിട്ടും. ആ രീതിയിലാണ്. അല്ലെങ്കിൽ ഈ 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറയ്ക്കുമ്പോൾ നമുക്ക് റൂട്ട് 7ന്റെ സ്ക്വയർ അതായത് 7 കിട്ടണം. അത് നമുക്ക് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 ഈക്വൽ ടു 7 നമ്മൾ എഴുതിയിട്ടുണ്ട്. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് റൂട്ട് 7 ആണ്. അപ്പോൾ ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് നമുക്ക് റൂട്ട് 7ൽ വരയ്ക്കണം, ഈ സൈഡ് റൂട്ട് 7ൽ വരയ്ക്കണം, ഈ സൈഡും റൂട്ട് 7ൽ വരയ്ക്കണം. അപ്പോൾ ഒരു സൈഡ് കിട്ടിയാൽ പിന്നെ അതേ അളവ് കോമ്പസിലെടുത്ത് നമുക്ക് വരച്ചാൽ മാത്രം മതി. ഇനി നമുക്കത് വരച്ച് നോക്കാം. അപ്പോൾ ഞാൻ സ്കെയിൽ എടുത്തു. ഇവിടെ നിന്നും സ്കെയിൽ ഞാനൊരു വര നീട്ടി വരയ്ക്കുന്നു. വരയ്ക്കാൻ അളവ് നിർത്തിയിട്ടില്ല. ഇനി നമുക്കിവിടെ 3ഉം 4ഉം വേണം. അപ്പോൾ ഇവിടെ ഈ 3ൽ നിന്നും ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിനും അളവ് നമുക്കറിയത്തില്ല. അളവെടുത്ത് വെറുതെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അവിടെയാണ് നമുക്ക് റൂട്ട് 7 കിട്ടേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്നും 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വന്ന് ഇതിനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 3ഉം ഇവിടെ 4ഉം കിട്ടിയാൽ ഇത് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇപ്പോൾ ഒരു ട്രയാങ്കിളായി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റൂട്ട് 7 കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വരച്ചെടുത്താൽ മാത്രം. നമുക്ക് കോമ്പസ് എടുത്തിട്ട് വരയ്ക്കാം. ഇവിടെ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തു. നമ്മൾ കോമ്പസിൽ ഒരു ആർക്ക് വരച്ചു. ഈ കോമ്പസിനെ മാറ്റി വെച്ചു. ഇനി നമുക്കൊരു ലൈൻ ഈ പോയിന്റിൽ നിന്നും ഈ ആർക്കിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതാണ്. അതായത് ഇതിവിടെ വരെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇത് റൂട്ട് 7. ഇനി നമുക്ക് ഇങ്ങോട്ടും ഈ റൂട്ട് 7 വേണം. അപ്പോൾ ഈ നീളം നമുക്ക് കോമ്പസിൽ അളന്നെടുക്കാം. ഈ നീളം നമ്മൾ കോമ്പസിൽ അളന്നെടുത്തു. ഇനി നമുക്ക് ആർക്ക് വരയ്ക്കാം. ഇങ്ങോട്ട് ആർക്ക് വരച്ചു. അപ്പോൾ ഇതിൻ്റെ നീളം കിട്ടി. ഇനി ഇവിടെ നിന്നും കോമ്പസിൽ മറ്റ് 2 ആർക്കുകൾ വരയ്ക്കുക. ഈ നീളം തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് വേണ്ടത്. ഇതിന് പാരലായിട്ട് വേണം. ഇതേ നീളം ഇവിടെ വരച്ചു. ഇനി താഴെ നിന്ന് അതേ നീളം മുകളിലേക്ക്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഈ പോയിന്റിലേക്കും ഇത്രയും വരച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ആർക്ക് ഞാൻ ഈ കോമ്പസിൽ വരച്ചോണം നീളം കൂടുതലും. മൊത്തമായിട്ട് ആർക്ക് വരയ്ക്കണമെന്നില്ല. അത് ഇവിടുന്ന് കട്ട് ചെയ്താൽ മതി. ഈ നീളം കോമ്പസ് അത് സാധാരണ സ്ക്വയർ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ വരച്ചാൽ മതി. അപ്പോൾ ഈ സൈഡിൻ്റെ ലെന്ത് റൂട്ട് 7 ആണ്. അപ്പോൾ ഈ 4 സൈഡിൻ്റെ ലെന്ത് റൂട്ട് 7 ആയിരിക്കും. അപ്പോൾ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 7 ആണ്. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള, ഇപ്പോൾ 11 കിട്ടാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ 11 is equal to 11 plus 1 divided by 2 whole square minus 11 minus 1 divided by 2 whole square equal to 11 plus 1 12 by 2 അതായത് 6 സ്ക്വയർ മൈനസ് 11 മൈനസ് 1 10 by 2 5 സ്ക്വയർ. അപ്പോൾ 11 ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ്. ഞാൻ റഫ് ഫിഗർ വരയ്ക്കാം. ഇവിടെ വലിയ അളവ് അതായിരിക്കും ഏതായാലും ഹൈപ്പോട്ടനസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്ററും അതുപോലെ ഇവിടെ 5 സെൻറ്റിമീറ്ററും എടുത്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് റൂട്ട് 11 ആയിരിക്കും. അപ്പോൾ ഇവിടെ റൂട്ട് 11, ഇവിടെയും റൂട്ട് 11. ഈ നീളം അങ്ങോട്ട് കോമ്പസിൽ അളന്നെടുത്ത് വരച്ചാൽ മതി. ഇത് റൂട്ട് 11 ആയിരിക്കും. നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ സ്കെയിൽ എടുത്തു, ഒരു ലൈൻ നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്ററോടെ മാർക്ക് ചെയ്യണം. ബാക്കി നമുക്ക് നീട്ടി വരച്ചേക്കാം. ഇത് നീട്ടി കുറച്ച് നീളത്തിൽ വരച്ചു. ഇനി 5 സെൻറ്റിമീറ്ററിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ നമുക്ക് വേണം. ആ പെർപെൻഡിക്കുലറും വരച്ചു. നമുക്ക് 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീളം വേണം. ഇവിടെ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ നീളം നമുക്ക് കിട്ടി. ഇനി ഈ 6 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ കോമ്പസ് കുത്തി
ഈ 6 സെൻറ്റിമീറ്റർ കൂടെ മാർക്ക് ചെയ്തു, ഒരു ആർക്ക് അവിടെ വരച്ചു. ഇനി ആ പോയിന്റ് അങ്ങോട്ട് വെച്ച് ഇവിടുത്തെ അളവുകൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ വരേണ്ടത് √11 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിളും ആയിരിക്കും. ഇനി നമുക്ക് ഈ നീളവും അളന്നെടുത്തിട്ട് വരയ്ക്കാം. ഇത് കോമ്പസിൽ ഈ നീളം അളക്കുക. അപ്പോൾ ഇവിടെ കോമ്പസ് കുത്തി ഈ നീളം എടുക്കുക. കറക്റ്റ് ഇവിടെ മുട്ടുന്ന രീതിയിൽ കോമ്പസ് വെച്ചു. ഇനി ഈ ലൈനിൽ ഒന്ന് കട്ട് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കുത്തി ലൈനിലേക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കോമ്പസ് കുത്തി ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വേണം. ഇനി ഈ പോയിന്റിൽ കുത്തിയിട്ട്, കാരണം നമുക്ക് 4 സൈഡും ഒരുപോലെ കിട്ടാൻ പറ്റും, അവിടെയും ആർക്ക് കിട്ടി. ഇനി ആർക്കുകളെ കൂട്ടി യോജിപ്പിച്ചാൽ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഇവിടെ സ്ക്വയർ കിട്ടി. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടി. ആ സ്ക്വയറിൻ്റെ എല്ലാം വശങ്ങൾ ഇത് √11 ആകുമ്പോൾ ഇതും √11 ആയിരിക്കും, ഇത് √11 ആയിരിക്കും, ഇത് √11 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഈക്വൽ ടു √11 സ്ക്വയർ. ഏരിയ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ. അപ്പോൾ ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് കണക്കിലും ചെയ്യേണ്ട ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യവും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതാണ് നമ്മൾ x ഈക്വൽ ടു x പ്ലസ് 1/2 ഓൾ സ്ക്വയർ മൈനസ് x മൈനസ് 1/2 ഓൾ സ്ക്വയർ ഇക്വേഷൻ. അത് പ്രകാരമാണ് നമ്മൾ ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ ഈ രണ്ട് ഫിഗറും വരച്ചു കഴിഞ്ഞു.